വരുൺ എന്ന പേരുള്ള പണക്കാരെ വീട്ടിലെ ഒരു പയ്യനാണ്. പുറത്തുപോയി മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഒരു കരാട്ടെ കോമ്പറ്റീഷൻ നടക്കുന്നിടത്ത് പോയി ഒരുപാട് കാര്യങ്ങൾ പറയാണ്. കുറച്ച് ആൾക്കാരെ വെല്ലുവിളിക്കുന്നുണ്ടാവും. ആദ്യം ഒരു പയ്യനായിരിക്കും അവന്റെ കൂടെ കളിച്ചിട്ടുണ്ടാവും. ആ പയ്യനെ അടിച്ചിടാണ്. പിന്നീട് ഒരു പെണ്ണിനെ അടിച്ചിട്ടതിന് ശേഷം ലോക്ക് ചെയ്തിട്ട് പെൺപിള്ളേരെ എപ്പോഴും വീട്ടിലിരിക്കണം, ഇങ്ങനത്തെ പണിക്കൊന്നും വരാൻ പാടില്ല എന്ന് മര്യാദ ഇല്ലാതെ പറയും. നമ്മളെ ഹീറോയിൻ ആണെങ്കിൽ അവനെ വെല്ലുവിളിച്ച പിന്നീട് ഹീറോയിൻ ആണെങ്കിൽ അവൻ ആ പെണ്ണിനെ എന്താണ് ചെയ്തത് അതുപോലെ തന്നെ ഒരു 28 സെക്കൻഡിനുള്ളിൽ അവനെ കമത്തി അടിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പോവാണ്. അവനാണെങ്കിൽ ആകെ നാണം കെടുത്തിണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ശ്രുതിനെയാണ് ഒരുപാട് ഇഷ്ടമാവാണ്. ശ്രുതിയാണെങ്കിൽ കരാട്ടെ പഠിച്ചത് തന്നെ സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. 18ാമത്തെ വയസ്സിൽ തന്നെ ഒരു ബുക്ക് എഴുതി അത് പബ്ലിഷ് ലെവൽ ചെയ്തിട്ടുണ്ട്. അവനാണെങ്കിൽ പ്രേമം തലക്കേറിയിട്ട് ശ്രുതി എഴുതിയ ബുക്ക് തേടി പിടിച്ച് കണ്ടുപിടിക്കുകയാണ്. ഇതൊക്കെ അവന്റെ ഫ്രണ്ടിനോട് പറയുമ്പോൾ അവന്റെ ഫ്രണ്ട് ആണെങ്കിൽ ശ്രുതിനോടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വരുണാണെങ്കിൽ ഒരു സമയത്ത് ഒരു സ്ഥലത്ത് നിന്ന് പാട്ട് പാടലായിരിക്കും. അവന്റെ ഫ്രണ്ട് ശ്രുതിനെ കൂട്ടി ആ സ്ഥലത്തേക്ക് തന്നെ വരാണ്. എന്നിട്ട് ഒരു പാട്ടിന് ശേഷം ശ്രുതിയെ കണ്ട് വരുണാണെങ്കിൽ അവൾക്ക് വേണ്ടി പാട്ടും പാടാൻ വേണ്ടി തുടങ്ങാണ്. ശ്രുതി തനിച്ച് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നുണ്ട്. വരുണാണ് തിരിച്ചു വന്നിട്ട് അവളോട് കേറിക്കോ ഞാൻ കൊണ്ടുവിടാ എന്ന് പറയാണ്. അവളും വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അവൻ സമ്മതിക്കാത്തോണ്ട് അവന്റെ കൂടെ പോവാണ്. അന്നേ സമയത്താണ് അവൾക്ക് മനസ്സിലാകുന്നത് പയ്യനാണെങ്കിൽ നല്ല പനി ഉണ്ടാവും, ഇവൾക്ക് വേണ്ടി യൂട്ടേൺ അടിച്ച് വന്നതാണ്. ശ്രുതി ബുക്ക് എഴുതാൻ വേണ്ടി കാശ്മീർ പോയപ്പോൾ വരുണും അങ്ങോട്ടേക്ക് പോവാണെന്ന് ശ്രുതിയാണെങ്കിൽ നമുക്ക് വേണ്ടി ഒരുത്തം വന്നല്ലോ എന്ന് വിചാരിച്ച് സന്തോഷപ്പെടുക. അങ്ങനെ ഇവനാണെങ്കിൽ അവളെ പ്രപ്പോസ് ചെയ്ത സമയത്ത് ഇവളാണെങ്കിൽ എന്റെ അച്ഛൻ ആർമിയിലായിരുന്നു, അത് മാത്രമല്ല ഒരു ദിവസം വരാന്ന് പറഞ്ഞു പോയിട്ട് പിന്നെ തിരിച്ച് വന്നിട്ടേ ഇല്ല എന്നും പറയാം. സംഭവത്തിൽ ഇവൾ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടോ. പക്ഷെ നീയാണെങ്കിൽ എന്നെ ആഴ്ചക്കാഴ്ചക്ക് കാണാൻ വരുന്നു, നീ എന്നെ വിട്ടു പോയെന്ന് വിചാരിച്ച് എനിക്ക് പേടിയാവുന്നു എന്നും പറയാണ്. അവൾക്കും അവന് ആഴ്ചക്കാഴ്ച അവളെ കാണാൻ പോകുന്നോണ്ട് തന്നെ വരുണാണെങ്കിൽ മ്യൂസിക് എക്സാമില് തോറ്റു പോവാ. അത് മാത്രല്ല അവന്റെ അച്ഛൻ അവൻ ജയിച്ചിട്ട് അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കലായിരിക്കും. അതുകൊണ്ട് നാട്ടിലുള്ള എല്ലാ പ്രോപ്പർട്ടിയും അയാൾ വിറ്റിട്ടും ഉണ്ടാവും. മകൻ ജയിച്ചെന്ന വിശ്വാസത്തിൽ അവനെ വിളിച്ചെങ്കിലും അച്ഛനോട് ഇവനൊന്നും പറഞ്ഞിട്ടുണ്ടാവും. അച്ഛന്റെ ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്ന ഒരു പാർട്ടിക്കാരന്റെ അടുത്തേക്ക് പോയ സമയത്ത് അയാളാണെങ്കിൽ മുതലെടുക്കും സജി എന്ന ഡയലോഗ് പോലെ നീ എന്റെ മകളെ കെട്ടിക്കോ, ഞാൻ എന്റെ എല്ലാ പ്രശ്നങ്ങളും തീർത്തു തരാമെന്നും പറയാം. ഇവനും ഒന്നും ആലോചിക്കാതെ തന്റെ സ്നേഹം ഇത്രയും നാളത്തെ കഷ്ടപ്പാട് എല്ലാം അച്ഛന് വേണ്ടി വേണ്ടെന്ന് വെക്കാണ്. ഇവിടെ നമ്മളെ ഹീറോയിൻ ആണെങ്കിൽ അവൻ കാണാൻ വേണ്ടി അവന്റെ വീട്ടിൽ പോയപ്പോ ഇവിടെ ആരും ഇല്ലാന്നും പറയാണ്. ഒരു ദിവസം അവനാണെങ്കിൽ അമേരിക്കയിലേക്ക് പോക്കാണെന്ന് മനസ്സിലാക്കി മഴയത്ത് ഓടിപ്പോയ പെണ്ണിനോട് നീ എന്റെ ജീവിതത്തിൽ വേണ്ട, നീ കാരണമാണ് ഞാൻ തോറ്റുപോയത്, എനിക്കെല്ലാം നഷ്ടമായത് എന്നും പറയാം. അപ്പൊ ഈ ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കാരണോ, നീയല്ലേ പ്രേമ എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരിക്കലും ഒഴിവാക്കില്ല പറഞ്ഞ എന്റെ ബേക്കിലേ വന്നത്, ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നോടാ, നീ ജീവിതത്തിൽ ഒരിക്കലും നിന്റെ മുഖം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞിട്ട് പാവം അവിടുന്ന് വളരെ സങ്കടത്തോടെ പോവാണ്. പെട്ടെന്ന് അവളുടെ കരാട്ടെ മാസ്റ്ററും മരണപ്പെടും. അതിനോടനുബന്ധിച്ച് അയാളുടെ അസ്ഥി ഒഴുക്കാൻ വേണ്ടിയിട്ട് കാശിലേക്ക് പോവാൻ നിൽക്കാണ് നമ്മളെ പെണ്ണ്. അങ്ങനെ വളരെ സങ്കടത്തോടെ പോവാണ്. പെട്ടെന്ന് അവളുടെ കരാട്ടെ മാസ്റ്ററും മരണപ്പെടും. അതിനോടനുബന്ധിച്ച് അയാളുടെ അസ്ഥി ഒഴുക്കാൻ വേണ്ടിയിട്ട് കാശിലേക്ക് പോവാൻ നിൽക്കാണ് നമ്മളെ പെണ്ണ്. അങ്ങനെ അവിടെ എത്തിയ സമയത്ത് രാത്രിക്ക് അവൾക്കൊരു മോശം അനുഭവം ഉണ്ടാവാണ്. കുറച്ച് ആളുകളെ അവിടെ മോശമായിട്ട് ഓരോന്ന് പറഞ്ഞ സമയത്ത് പെണ്ണാണെങ്കിൽ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആയതുകൊണ്ട് എല്ലാത്തിനെയും അടിച്ചൊതുക്കുകയാണ്. അതിങ്ങനെ ലവ് ഫെയിലിയറിനൊക്കെ പുറത്തേക്ക് വരികയാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം അവളെ പോലെ തന്നെ എഴുത്തുകാരനായ ഒരാളെ കണ്ടുമുട്ടാം. അവന്റെ പേര് സഞ്ജയ് ആയിരിക്കും. അങ്ങനെ രണ്ടുപേരും പരസ്പരം പരിചയപ്പെടുത്താണ് ഇവളുടെ ഫ്രണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സഞ്ജയ് എഴുതിയ ബുക്കുകൾ നമ്മളെ ഹീറോയിൻ വായിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അവൻ എല്ലാ ബുക്കിലും സ്ത്രീകളെ വളരെ ബഹുമാനത്തോടെയായിരിക്കും എഴുതിയിട്ടുണ്ടാകുക. അങ്ങനെ കൂടുതൽ അടുത്തറിയുന്ന സമയത്ത് രണ്ടുപേരും കല്യാണം കഴിച്ചാലോ എന്ന് തീരുമാനിക്കുകയാണ്. അമ്മയോട് പറയാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടാവും. ഡോക്ടറാണെങ്കിൽ അമ്മയ്ക്ക് വിഷമം എന്ന കാര്യങ്ങൾ കുറച്ച് നാളത്തേക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പെട്ടെന്ന് ഇവൾക്കാണെങ്കിൽ വലിയൊരു വീട്ടിൽ നിന്നും ഒരു ആലോചന വന്നിട്ടുണ്ടാവും. അമ്മയും അത് ഉറപ്പിച്ച മട്ടിലായ സമയത്ത് ഈ പെണ്ണ് സങ്കടത്തോടെ ഇരിക്കുന്ന കണ്ടി ഫ്രണ്ട്സ് ആണെങ്കിൽ അമ്മയെ വിളിച്ചു കൊണ്ടുപോയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാണ്. അമ്മയും സഞ്ജയെ സമയത്ത് അവനാണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി ഹീറോയിന് ഒരു കത്ത് എഴുതി കൊടുക്കുകയാണ്. കത്ത് കൊണ്ടുപോയി അവളുടെ അമ്മ ഹീറോയിന് കൊടുക്കുന്ന സമയത്താണ് അറിയുന്നത് ഇവനാണ് ഇന്നലെ ആയിരുന്നില്ല 8 കൊല്ലത്തോളം ഇവളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. കരാട്ടെ ക്ലാസ്സിലും ഇവനുണ്ടായിരുന്നു. അത് മാത്രമല്ല അന്ന് രാത്രി മഴ തന്നെ ഇരിക്കുന്ന സമയത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഇവനായിരുന്നു ആദ്യം വന്നിട്ടുണ്ടാവും. പെട്ടെന്ന് സഞ്ജയ് ആയിട്ട് പോകുന്നത് കണ്ട് വളരെ വിഷമത്തിൽ ഇവൻ അതിനുശേഷമായിരിക്കും ഓരോന്ന് എഴുതാൻ തുടങ്ങിയിട്ടുണ്ടാവുക. ഇവര് ബ്രേക്കപ്പ് ആയെന്ന് അറിഞ്ഞതോടെ ഇവന് വളരെ സന്തോഷമായിട്ടുണ്ടാവും. ഇതൊക്കെ കേട്ട് നിൽക്കുന്ന സമയത്ത് അവള് പുറത്തേക്ക് പോകാൻ നോക്കുമ്പോഴായിരുന്നു അവൻ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ ഒന്നിക്കുകയാണ്. നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം.